അച്ഛാ, ചിലപ്പം ഏട്ടൻ സുശീല ആന്റിയുടെ ട്രാപ്പിൽ പെട്ടതാണെങ്കിലോ? അതിനവൻ നിന്ന് കൊടുത്തിട്ടല്ലേ. മഞ്ചാടിയുടെ കല്യാണം മുടക്കാൻ ഗോകുല് സുശീലയെ വിളിച്ചിരുന്നു എന്ന് അവൻ നമ്മളോട് സമ്മതിച്ചതല്ലേ. അപ്പൊ പിന്നെ ഈ കല്യാണം മുടങ്ങിയതിന് അവനും കൂടെ മറുപടി പറഞ്ഞേ പറ്റൂ. സച്ചേട്ടൻ ഈ കാര്യങ്ങളൊക്കെ അനന്ത മാഷായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാൻ പറ്റൂ. മാഷി വിചാരിച്ചാലേ മഞ്ചാടിയെ സുശീലയുടെ പിടിയിന്ന് രക്ഷിക്കാൻ പറ്റൂ. ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അനന്തം മാഷ് അറിയുന്നുണ്ടാവോ അച്ഛാ? അദ്ദേഹം നമ്മളെയൊക്കെ സംശയിക്കുന്നുണ്ടാവോ? എനിക്കറിയില്ല മോളെ. പിന്നെ മഞ്ചാടി പറയുന്നതിൽ അദ്ദേഹം വിശ്വസിക്കൂ. പക്ഷേ സുശീലയെ മാഷ് ഒരിക്കലും അംഗീകരിക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മളെ അദ്ദേഹം ഒരു വ്യക്തമായ തെളിവില്ലാതെ തെറ്റിദ്ധരിക്കാനിടയില്ലെന്ന് എനിക്ക് തോന്നുന്നേ. അത് മതി അച്ഛാ. ഏട്ടൻ വന്നാ നമുക്ക് സമാധാനപരമായി ഏട്ടനോട് സംസാരിക്കാലോ. അങ്ങനെയാവുമ്പോ എല്ലാം ഏട്ടൻ തുറന്നു പറയും. പക്ഷെ എനിക്കിനി അവനോട് അങ്ങനെ സമാധാനത്തിന്റെ ഭാഷയിൽ സംസാരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്തോ. കാരണം പലതും അവൻ ഇതുവരെ മറച്ചു വെച്ചാ സംസാരിച്ചത്. എന്നു വെച്ച് തന്നോളം വളർന്ന മകനെ തല്ലാൻ പറ്റുമോ സച്ചേട്ടാ? അവനോട് സൗമ്യമായിട്ട് സംസാരിച്ച് അവന്റെ മനസ്സിൽ എന്താണെന്ന് ചികഞ്ഞെടുക്കാനേ നമുക്ക് പറ്റും. എന്നിട്ട് അതിനു വേണ്ട പ്രതിവിധിയൊക്കെ ചെയ്യാം. ആയിക്കോ, നിങ്ങൾ അമ്മയും മകളും കൂടി ആ ദൗത്യം അങ്ങ് ഏറ്റെടുത്ത് ചെയ്യേ. എനിക്ക് പറ്റില്ലെന്നേ ഞാൻ പറഞ്ഞോളൂ. ഇനി അവന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇടപെടാൻ വരുന്നേയില്ല. പോരെ സച്ചേട്ടാ? അച്ഛാ, അച്ഛനിങ്ങനെ പിണങ്ങിപ്പോവല്ലേ. ഇത് നമ്മുടെ കുടുംബത്തെ മൊത്തം ബാധിക്കുന്ന പ്രശ്നമല്ലേ. അത് നമ്മൾ ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കണ്ടേ? അച്ഛൻ അവിടെ ഇരിക്കേ. ഞാൻ പിണങ്ങി പോകുന്നൊന്നും അല്ല മോളെ. എനിക്ക് തോന്നുന്നു ഗോകുൽ എന്നെ പേടിച്ചാ ഒന്നും വിട്ടു പറയാത്തതെന്നാ. അവന്റെ പദ്ധതികളൊക്കെ ഞാൻ ഇടപെട്ട് പൊളിച്ചു കളയുമെന്ന് അവന് ചിലപ്പോൾ തോന്നുന്നുണ്ടാവും. അതുകൊണ്ടുകൂടിയേ ഞാൻ മാറി നിൽക്കാന്ന് പറഞ്ഞത്. നിങ്ങൾ അവനോട് നല്ല സ്നേഹത്തിലൊക്കെ സംസാരിച്ച് അവന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കുക. പിന്നെ എനിക്ക് അവനോട് ഒരു ദേഷ്യവുമില്ല. അവൻ വീണ്ടും എന്തെങ്കിലും കുരുക്കിൽ പെട്ടുപോകുന്നുള്ളൊരു ആദ്യം മാത്രമേ ഉള്ളൂ. അച്ഛൻ വിഷമിക്കണ്ട. ഏട്ടൻ വന്നാ ഞാനും അമ്മയും സംസാരിച്ചോളാം. പക്ഷേ ഉടനെ ഒരു റിസൾട്ട് കിട്ടണമെന്നൊന്നുമില്ല. കുറച്ച് സമയം വേണം. എത്ര സമയം വേണമെങ്കിലും എടുത്തോ. അതിനിടയിൽ അവനെ അന്വേഷിച്ച് ഇവിടെ ആരും വരാതിരുന്നാ മതി. അതുവരെ ഞാൻ ക്ഷമിച്ചിരുന്നോളാം. എന്താ പോരെ? മതി അച്ഛ, അത് മതി. ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം, അല്ലേ അമ്മേ? കല്യാണത്തിന് തലേദിവസം ദാസാറും ഗോകുലും മഞ്ചാടിയുടെ കല്യാണത്തിൽ നിന്ന് പിന്മാറണമെന്ന് ആവശ്യപ്പെട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്. കല്യാണം മുടക്കിയാലേ അവൻ ചില വാഗ്ദാനങ്ങളും എനിക്ക് നൽകിയിട്ടുണ്ട്. സത്യം പറഞ്ഞ അവരുണ്ടാക്കിയ മാനസിക സമ്മർദ്ദം കാരണമാ എനിക്ക് അന്ന് അറ്റാക്ക് വന്നത്. അറ്റാക്ക് വന്നതോ അതോ ഇനി അറ്റാക്ക് വന്നതായിട്ട് അഭിനയിച്ചതാണോ? മോളെ, അവരിതുവരെ വന്നില്ലല്ലോ. മോളെന്താ ആലോചിക്കുന്നത്? ഞാൻ അച്ഛനും സുശീലാന്റിയും തമ്മിൽ സംസാരിച്ച കാര്യങ്ങൾ ഓർക്കായിരുന്നു അച്ഛാ. അച്ഛൻ അവരോട് ചോദിച്ചില്ലേ ഹാർട്ട് അറ്റാക്ക് അഭിനയിക്കുമായിരുന്നോന്ന്?